മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനെ ശപിക്കപ്പെട്ട ശൈത്താനോട് അവിടുന്ന് ചോദിച്ചടാ, ശപിക്കപ്പെട്ടവനേ, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നെഞ്ചു പൊട്ടികെട്ട് കരഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് ശൈത്താൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ ജീവിതത്തിൽ 3 അവസരങ്ങളിൽ കരഞ്ഞു നബിയേ. 3 അവസരങ്ങളിൽ ഒരുപാട് ഞാൻ കരഞ്ഞു പോയി നബിയേ. ആ 3 അവസരങ്ങളിൽ ഒരു അവസരം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് ഒരു കുഞ്ഞ് കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ശൈത്താന് ചിരിക്കുമെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, ഏതൊരു കുഞ്ഞ് തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ ആ ഉമ്മയതാ ആ കുഞ്ഞിന്റെ വലതുചെവിയില് ബാങ്ക് കൊടുക്കുമല്ലോ, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുമല്ലോ. ഈ ലോകത്ത് കടന്നു വന്ന സർവ്വ മുസ്ലിമീങ്ങളായ കുട്ടികളുണ്ടല്ലോ, അവരുടെ ചെവിയിൽ ആദ്യമായിട്ട് ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും. എങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകന്റെ ചെവിയിൽ ആരും ബാങ്ക് വിളിക്കേണ്ട ആവശ്യം വന്നില്ല, ആരും ഇഖാമത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ആ പിഞ്ചു കുഞ്ഞിനോട് അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്നപ്പോ ശപിക്കപ്പെട്ട ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി, ശപിക്കപ്പെട്ടവന് വല്ലാതെ കരഞ്ഞുപോയി. അതിനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുമ്പോ അവിടുന്ന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത്, അവിടുന്ന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത്. എന്തേ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ലോകത്തിന്റെ നേതാവി പ്രപഞ്ചത്തിലേക്ക് അതാ കടന്നു വരുമ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറാ, അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ പറയുന്നത് കേട്ടിട്ട് ശൈത്താൻ പോലും കരഞ്ഞു പോയെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ആ പുണ്യപ്രവാചകന്റെ ജന്മദിനമാണ്. ആ പുണ്യപ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീത മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകന്റെ ജീവിതം പറയുന്ന സദസ, ആ പ്രവാചകന്റെ ജീവിതം പറയുന്ന സദസ. അതിന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഒരു അറാബിയായ മനുഷ്യനെ കടന്നു വരികയാ, ഒരു അറാബിയായ മനുഷ്യനെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലോകം അവസാനിക്കുന്നത് എപ്പോഴാ നബിയേ? ലോകം അവസാനിക്കുന്നത് എപ്പോഴാ നബിയേ? ഒരു അറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന ദിവസമെന്നാ അല്ലാഹുവിന്റെ റസൂൽ അറാബിയോട് ചോദിച്ചു, മനുഷ്യ നീ എന്തേ ചെയ്തു വെച്ചിട്ടുള്ളത്? ലോകം അവസാനിക്കാൻ പോകുകയാണ്. പടച്ചവനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാൻ നീ നിന്റെ കയ്യിൽ എന്താണ് കരുതി വെച്ചിരിക്കുന്നത്? ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ നിസ്കാരം കുറവാ നബിയേ, സദഖകൾ കുറവാ നബിയേ, ഖുർആൻ ഓതൽ കുറവാ നബിയേ, എന്റെ കയ്യിൽ അമലുകൾ കുറവാ നബിയേ. പക്ഷേ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും എനിക്ക് വല്ലാത്ത സ്നേഹമാ നബിയേ.
അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും എനിക്ക് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവിന്റെ റസൂൽ അറാബിയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എങ്കിലും നീ രക്ഷപ്പെട്ടു, എങ്കിലും നീ രക്ഷപ്പെട്ടു, എങ്കിലും നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളോടും എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോടും ചോദിക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ആ മഹബ്ബത്തുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പരിശുദ്ധമായ റബിയ കടന്നു വരുമ്പോ പച്ചത്തോരണം കെട്ടിയിട്ട് റബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്, വഅല നടത്തുന്നവരുണ്ട്. 12 ദിവസം റബിയുൽ അവ്വൽ 1 മുതൽ 12 വരെ മൗലിദ് ഓതുന്നവരുണ്ട്, 13 മടക്കി വെക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സ്നേഹമെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു എന്തൊരു സുന്ദരനെന്നറിയുമോ? കാണാൻ അഴകുള്ള ചെറുപ്പക്കാരനാണ്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ്. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സൗബാനേ, എന്തേ നിന്റെ ശരീരം മുഴുവനും കരിനീലിച്ചിരിക്കുന്നത്? ശരീരം മുഴുവനും കരിനീലിച്ചിരിക്കുകയോ? എന്തോ മാരക രോഗം പിടിച്ചവനെ പോലെ സൗബാൻ റളിയല്ലാഹു തആല ഇരിക്കുകയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്കെന്തേ സംഭവിച്ചത്? എന്താണ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എത്ര പ്രയാസമെന്താ? ആ സമയത്താ കാണാൻ അഴകുള്ള സുന്ദരനായ ചെറുപ്പക്കാർ ശരീരം മുഴുവനും കരിനീലിച്ചിരിക്കുന്ന അവസ്ഥയില് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല നബിയേ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ കാരണം? എന്താ പറ സൗബാന്, എന്താണ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എത്ര പ്രയാസം എന്തെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം നബിയേ, അങ്ങയെ കാണാതെ വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ. നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ അങ്ങെങ്ങാണം എന്നെ കൈയൊടിഞ്ഞു പോകുമോ എന്ന് കോർത്തിട്ട് പേടിച്ച് കരഞ്ഞ് കരഞ്ഞാട് എന്റെ ശരീരം കറുത്തുപോയതെന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നബിയോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാലിങ്ങനാ, അവിടത്തോടുള്ള മഹബ്ബത്ത് എന്ന് പറഞ്ഞാലിങ്ങനാ. സഹാബത്തിന്റെ ഈമാൻ എങ്ങനായിരുന്നു? സഹാബത്തിന്റെ ഈമാൻ എങ്ങനായിരുന്നു? അതുകൊണ്ടാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തൂക്കുകയറിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാ. ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബേ, നിന്നെ കൊല്ലാ ഞങ്ങളുടെ മനസ്സനുവദിക്കുന്നല്ലോ ഹുബൈബേ, നീ ഞങ്ങളുടെ കൂടെ നടന്നവനല്ലേ, നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ ഹുബൈബേ, നിനക്ക് പ്രായം ചെറുതാണല്ലോ ഹുബൈബേ, നീ എന്തിനാ ചാകുന്നത്? എടാ ഹുബൈബേ, ഈ സുന്ദരികളായ പെണ്ണുങ്ങളെ നിനക്ക് തരാ ഹുബൈബേ, നിനക്ക് ഞങ്ങൾ അധികാരം തരാ ഹുബൈബേ, നീ ഇസ്ലാമിനെ മോശമായി പറയണ്ട. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു തരാമെന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ പറയുന്ന സമയമുണ്ടല്ലോ. ഉബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എടാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലില് ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ചിരിക്കുന്ന മുഖത്തോട് തൂക്കുകയറ് കഴുത്തിലെടുത്തിട്ട് മരണത്തിന്റെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന ഹുബൈബ് എന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അതായിരുന്നു. പുന്നൂരി മഹാനായ ഉവൈസുൽ ഖർനി, എന്റെ പടച്ചവരെ ചരിത്രം കേൾക്കുന്നവരാ, റസൂലുള്ളാഹിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാത്ത മനുഷ്യനാ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല. പക്ഷേ പടച്ചവര് രാവിലെ വന്നിട്ട് കമ്പോളത്തിൽ നിൽക്കും, മദീനയിൽ നിന്ന് ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഓടി ചെന്നിട്ട് ചോദിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന കണ്ടോ? കണ്ടെന്ന് പറഞ്ഞാൽ
റസൂലുള്ളാനെ കണ്ട കണ്ണാണല്ലോ, റസൂലുള്ളാന്റെ മദീന കണ്ട കണ്ണാണല്ലോ. അതുകൊണ്ട് ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയില് മഹാനായ ഉവൈസുൽ ഖർനി ചുംബിക്കുമായിരുന്നു. നബിയെ കണ്ടവനെ ചുംബിക്കുമായിരുന്നു, നബിയുടെ നാട് കണ്ടവനെ ചുംബിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരു ദിവസം വഴിയാത്രക്കാര് പറഞ്ഞു, ഉവൈസേ, അള്ളാന്റെ റസൂലിന്റെ ഒരു പല്ല് പോയി ഉവൈസ്. യുദ്ധക്കളത്തില് അള്ളാന്റെ റസൂലിന്റെ ഒരു പല്ല് പോയി ഉവൈസ്. ഉവൈസ് തലകറങ്ങി വീണു. പടച്ചവനെ, ഉവൈസുൽ ഖർനി തളർന്നു വീഴുകയാ. അല്ലാഹുവേ, ബോധം തിരിച്ചു വന്നപ്പോ ആ പറഞ്ഞ യാത്രക്കാരങ്ങ് പോയി. ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല. അള്ളാന്റെ റസൂലിന്റെ ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല. പടച്ചവനെ, ഉവൈസുൽ ഖർനി ചെയ്തതെന്തെന്നറിയുമോ? ഒരു കല്ലെടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ ഒരു പല്ല് പോയെങ്കിൽ ഇനി എനിക്ക് പല്ല് വേണ്ട. തന്റെ വായിക്കകത്തുള്ള സർവ പല്ലുകളും ആ ചെറുപ്പക്കാരൻ തല്ലി പൊട്ടിച്ചെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമെന്ന് പറഞ്ഞാലെങ്ങനാ, മഹബത്തെന്ന് പറഞ്ഞാലെങ്ങനാ? എന്റെ പ്രിയമുള്ളവരെ, പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിലെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, സഹാബാ, എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത് സഹാബാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങളല്ലേ നബിയേ സഹോദരങ്ങള്? അങ്ങയുടെ സഹോദരങ്ങളെ ഞങ്ങളല്ലേ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാ, നിങ്ങൾ എന്റെ അനുചരന്മാരാ. പിന്നെ ആരാ നബിയേ? അങ്ങയുടെ സഹോദരന്മാരാരാ നബിയേ? അള്ളാന്റെ റസൂല് തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു വിഭാഗം കടന്നു വരാനുണ്ട്, ഒരു വിഭാഗം ജനങ്ങൾ കടന്നു വരാറുണ്ട്. അവരെന്നെ കാണണ്ട, അവരെന്നെ കാണണ്ട, പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്നെ വല്ലാത്ത ഇഷ്ടമോ. അല്ലാഹുവിന്റെ പ്രവാചകന് ആരാണോ മഹബ്ബത്ത് വെക്കുന്നത്, ആരാണോ പുണ്യപ്രവാചകനെ സ്നേഹിക്കുന്നത്, അവരല്ലാന്റെ റസൂലിന്റെ കൂടെ പിറപ്പോ, അവരല്ലാന്റെ റസൂലിന്റെ സഹോദരങ്ങളാ. അവരെ ഞാൻ കാത്തിരിക്കുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട്, റബീഉൽ അവ്വലിന് മൗലിദോദിയവരോട്, സലാത്ത് പറയുന്നവരോട്, വഅദ് നടത്തുന്നവരോട്, മൈക്ക് കിട്ടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറയുന്ന യുവത്വത്തോട്, മോനെ, നാവുകൊണ്ട് പറഞ്ഞാ പോലെ ചെറുപ്പക്കാരാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണെന്ന് നാവുകൊണ്ട് പറഞ്ഞാ പോരാ, ഹൃദയം കൊണ്ട് പറയണം മോനെ. അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം ചെറുപ്പ